നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വമ്പന്മാര് ആരെന്ന് ചോദിച്ചാൽ സംശയം കൂടാതെ തന്നെ പറയാം UAEയും സൗദിയും തന്നെ. കുവൈറ്റ് ഏറെ മുന്നിലാണ് എങ്കിലും വളർച്ചയുടെ കാര്യത്തിൽ UAEയെയും സൗദിയെയും കടത്തിവെട്ടാൻ ഇനി ആകില്ല എന്ന് പറഞ്ഞു വയ്ക്കാം. അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളാണ് UAEയും സൗദി അറേബ്യയും മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. ഇസ്രായേലിനെ എക്കാലത്തും അകറ്റി നിർത്തിയതാണ് അറബ് രാജ്യങ്ങളുടെ ചരിത്രമെന്നത്. 1948 പലസ്തീൻ ഭൂമി കയ്യേറി ഇസ്രായേൽ രൂപീകരിച്ചത് അംഗീകരിക്കാനാകില്ല എന്നാണ് അറബ് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്. 1967 ഇസ്രായേൽ അറബ് യുദ്ധത്തിലൂടെ പിടിച്ച പലസ്തീൻ പ്രദേശങ്ങൾ ഇസ്രായേൽ തിരിച്ചു കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി. അല്ലാത്ത കാലത്തോളം ഇസ്രായേലുമായി ബന്ധമില്ല എന്നാണ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിലാണ് UAE മറിച്ചുള്ള നീക്കം നടത്തിയത്. എന്നാൽ ആ UAE ഇപ്പോൾ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒപ്പം സൗദിയും മറ്റു ചില രാജ്യങ്ങളും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേലുമായുള്ള അകൽച്ച ഇനിയും തുടരേണ്ടതില്ല എന്ന് ചില മുസ്ലിം രാജ്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇതിൽ പ്രധാനിയായിരുന്നു UAE. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വേളയിൽ നടത്തിയ ഇടപെടലാണ് UAEയുടെ മനസ്സ് മാറ്റിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിൽ നിന്ന് ഇസ്രായേലുമായി സൗഹൃദമുണ്ടാക്കുന്ന ആദ്യ രാജ്യമായി UAE മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഈജിപ്ത്, ജോർദാൻ എന്നീ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി നേരത്തെ ബന്ധം സ്ഥാപിച്ചിരുന്നു. 2 വർഷം മുമ്പാണ് UAE നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നത്. തൊട്ടുപിന്നാലെ ബഹ്റൈനും മൊറോക്കോയും സമാനമായ നിലപാടെടുക്കുകയും ചെയ്തു. സൗദിയും ഇസ്രായേലുമായി അടുക്കുമെന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാകുന്നു. ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് അടുത്തിടെയാണ് എയർ ഇന്ത്യ ആരംഭിച്ചത്. എന്നാൽ സൗദിയുടെ ആകാശപാത ലഭിച്ചാൽ മാത്രമേ യാത്ര സുഗമകരമാകുകയുള്ളൂ. ഇന്ത്യയും സൗദിയും അടുത്ത സൗഹൃദമാണ്. ഈ ബന്ധം വച്ച് എയർ ഇന്ത്യയുടെ യാത്രയ്ക്ക് സൗദി പച്ചക്കൊടി കാട്ടുകയും ചെയ്തിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കില്ല എന്ന നിലപാട് സൗദി കടുപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ ബന്ധം സ്ഥാപിച്ച ശേഷം ഇസ്രായേലും UAEയും ഒട്ടേറെ വ്യാപാര സുരക്ഷാ കരാറുകളിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ സൗഹൃദ സന്ദർശനം നടത്തുകയും ചെയ്തു. രാഷ്ട്രീയ സാഹചര്യം ഈ രീതിയിൽ മാറിയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം പലസ്തീനിൽ ചില വിവാദങ്ങൾ ഉടലെടുത്തത്. മുസ്ലിങ്ങളുടെ പുണ്യ ആരാധനാലയങ്ങളിലൊന്നായ ജെറുസലേമിലെ അൽ അക്സ പള്ളിയിൽ കടന്ന് ഇസ്രായേൽ മന്ത്രി പ്രകോപനം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇസ്രായേലിൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തിനാണ് മേൽക്കൈ ലഭിച്ചിരുന്നത്. പുതിയ ദേശീയ സുരക്ഷാ വകുപ്പ് മന്ത്രി ഇതമർ ബെൻഗ്വിർ തീവ്ര വലതുപക്ഷക്കാരനുമാണ്. അദ്ദേഹമാണ് പള്ളിയിൽ കയറി പ്രകോപനം സൃഷ്ടിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. വലിയ പ്രതിഷേധമാണ് പിന്നീട് ഉയർന്നത്. ലോകത്തെ പല രാജ്യങ്ങളും ഇസ്രായേൽ മന്ത്രിയുടെ ഈ നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. അനാവശ്യമായി വിവാദം സൃഷ്ടിക്കാനാണ് മന്ത്രി ഇങ്ങനെ ചെയ്തതെന്ന് നേതാക്കൾ അഭിപ്രായപ്പെടുകയും ചെയ്തു. UN രക്ഷാസമിതി യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത വിഷയം ചർച്ച ചെയ്യണമെന്ന് UAE ആവശ്യപ്പെടുകയുണ്ടായി. ചൈനയും സമാനമായ ആവശ്യമായി രംഗത്ത് വരികയും ചെയ്തു. ഇതോടെ സമ്മർദ്ദത്തിലായ UN വ്യാഴാഴ്ച രക്ഷാസമിതി യോഗം ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ, തുർക്കി, UAE, പലസ്തീൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇസ്രായേൽ മന്ത്രിയുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തി. ഇസ്രായേൽ മന്ത്രി പരിധി ലംഘിച്ചിരിക്കുകയാണെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. നിലവിലെ സാഹചര്യത്തിൽ മാറ്റം വരുത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു. അമേരിക്ക കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചു. ഇതേസമയം നെതന്യാഹു അടുത്തയാഴ്ച UAE സന്ദർശിക്കേണ്ടതായിരുന്നു. യാത്ര ഫെബ്രുവരിയിലേക്ക് മാറ്റിയെന്ന വാർത്തകൾ പുറത്തുവരികയുണ്ടായി. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടുമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.